പത്രത്തിൽ വന്ന ന്യൂസ് ഉണ്ടല്ലോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ച് ശൗചാലയത്തിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു തിയറിയുടെ ഭാഗമാണെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും NGOകളെ ഉപയോഗിച്ചുകൊണ്ട്, ഇവാഞ്ചലിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടും നടത്തുന്ന പ്രവർത്തനം എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ചിത്രം അദ്ദേഹത്തിന് കിട്ടി. നമ്മുടെ ഷഹീൻബാദിൽ നടന്ന കാര്യമാവട്ടെ, CAA ആയി ബന്ധപ്പെട്ടിട്ട് നടന്ന ആക്രമ സംഭവങ്ങളാവട്ടെ, 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ നടന്ന സമരങ്ങളാവട്ടെ, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ജനങ്ങൾക്ക്, കർഷകർക്ക് ഗുണകരമായ നിയമങ്ങളായിരുന്നു കാർഷിക നിയമങ്ങൾ. മഹിത ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഭാരത മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിൽ മത്സരിച്ചു. ഏവരും ഭാരത മുന്നണിക്ക് വലിയൊരു വിജയം പ്രവചിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച ഒരു വിജയം ഭാരത മുന്നണിക്ക് ഉണ്ടായില്ല. മാത്രമല്ല, പ്രതീക്ഷിച്ചതിനേക്കാൾ തിളക്കമേറിയ വിജയം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് ആളുകൾ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയൊരു വിജയമായിരുന്നു ഭാരത മുന്നണിക്ക്. എന്താണ് കാരണം? ഒരു കക്ഷി, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷി ഭരണത്തിൽ തുടരണമെങ്കിൽ, വലിയ വിജയം ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഭാരതത്തിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അവർ ചെയ്തിരുന്നു. പ്രധാനമായിട്ട് രാഷ്ട്രസുരക്ഷയ്ക്ക് ഇത്രയധികം ശ്രദ്ധിച്ച ഒരു ഭരണകൂടം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ ഭാരതത്തിലുണ്ടായിട്ടില്ല. മറ്റൊന്ന്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഏതൊരു കാലത്തേക്കാളും ഒന്നാം തരമായ സാമ്പത്തിക സ്ഥിതിയായിരുന്നു ഭാരതത്തിന്. ഒരു രാഷ്ട്രത്തെ ഏകീകരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു. ഏകീകരണത്തിന് തടസ്സമായി നിന്ന 370 വകുപ്പ് പോലുള്ള കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പിൻവലിച്ചു. രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ഒരൊറ്റ നിയമ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങൾ അവർ ഏർപ്പെട്ടു. ജനങ്ങൾക്ക് കഴിയാവുന്നത്ര നല്ല കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. കക്കൂസ് മുതൽ വീട് വരെ അവരുടെ നിസ്സാരമായ പ്രശ്നങ്ങളിൽ പോലും അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി അതിലിടപെട്ടു. ലോകത്തിനു മുമ്പിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ ഒരു കാലത്തുമില്ലാത്തത്ര ഉയർത്തി. എന്തുകൊണ്ടും ഇത്തരത്തിലൊരു ഗവൺമെൻറ്റിന് വളരെ നല്ല നിലയിൽ ഭരണ തുടർച്ച കിട്ടേണ്ടതാണ്. ഭരണ തുടർച്ച ഇവിടെ കിട്ടി എങ്കിൽ പോലും അത് തിളക്കമേറിയ തരത്തിൽ കിട്ടിയില്ല. ആളുകൾ അന്വേഷിച്ചു എന്തായിരിക്കും ഇതിൻ്റെ കാരണമെന്ന്. പ്രവചനങ്ങൾ മുഴുവൻ തെറ്റിയപ്പോൾ മീഡിയ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു. നേരെ മറിച്ച് മറുവശത്ത് അവർക്ക് രാഷ്ട്രത്തെ വരുന്ന ദശകത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രത്തെ ഒന്നാക്കണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒന്നായി നിൽക്കണമെന്നുള്ള മോഹം അവർക്കുണ്ടായിരുന്നില്ല. അവർക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിയെ തോൽപ്പിക്കണം. മറ്റൊന്നും അവർ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല. എന്നിട്ട് പോലും അവർക്ക് തിളക്കമേറിയ വിജയമല്ലെങ്കിൽ പോലും സീറ്റുകൾ കിട്ടി എന്നതാണ് കാരണം. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് മീഡിയ, മറ്റുള്ളവർ, രാഷ്ട്രീയക്കാർ എല്ലാവരും വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ഉപകാരപ്പെടുന്ന 2 പുസ്തകങ്ങളുണ്ട്. എന്താണ് ഒരു മുന്നണിക്ക് തിളക്കമേറിയ വിജയം ഉണ്ടാവാതിരുന്നതെന്നും മറ്റുള്ളവർ പരാജയപ്പെട്ടപ്പോൾ പോലും തിളക്കമുണ്ടായതെന്നും നമുക്ക് മനസ്സിലാക്കാൻ 2 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്തരത്തിലുള്ള 2 പുസ്തകങ്ങളെ ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ആളുകൾ ചോദിക്കും, ജനാധിപത്യത്തിൽ ഒരു മുന്നണി തോൽക്കുന്നതും മറ്റൊരു മുന്നണി ജയിക്കുന്നതും ജനാധിപത്യത്തിൻ്റെ ശക്തിയല്ലേ, അതിൽ വലിയ കാര്യമുണ്ടോ എന്ന്. ഉണ്ട്. രണ്ട് മുന്നണിയും ഒരേപോലെ ഈ രാഷ്ട്രത്തെ ഏറ്റവും മുമ്പിലെത്തിക്കണമെന്നുള്ള നിലയ്ക്ക് മത്സരിക്കുന്ന രണ്ട് മുന്നണികളായിരുന്നുവെങ്കിൽ ഏത് മുന്നണി വിജയിച്ചാലും ഒരു കുഴപ്പവുമില്ല, മറ്റേ മുന്നണിയേക്കാൾ നന്നായിട്ട് ഇവർ രാഷ്ട്രത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഒന്ന് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചുള്ള മുന്നണിയും ഒന്ന് പിന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചുള്ള മുന്നണിയും ആകുമ്പോൾ ഇവരുടെ വിജയം ഒരുപോലെ കാണാനാവില്ല. അതിൻ്റെ കാരണം നാം അന്വേഷിക്കേണ്ടി വരികയും ചെയ്യും. അത്തരത്തിലുള്ള അന്വേഷണത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തെ മുമ്പ് ചെറുതായി ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ, എങ്കിലും ആ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. പുസ്തകത്തിൻ്റെ പേര് ബ്രേക്കിംഗ് ഇന്ത്യ. രാജീവ് മൽഹോത്ര എന്ന് പറയുന്ന ആള് അരവിന്ദൻ നീലകണ്ഠൻ എന്നൊരാളുമായി ചേർന്ന് എഴുതിയ പുസ്തകമാണ് ബ്രേക്കിംഗ് ഇന്ത്യ. ഇതിൽ രാജീവ് മൽഹോത്ര ആരാണെന്ന് ചുരുക്കി ഒന്ന് പറയാം, അത് മനസ്സിലാക്കുന്നത് നമുക്ക് നന്നായിരിക്കും. അതുപോലെ അരവിന്ദൻ നീലകണ്ഠനെ കുറിച്ചും നമുക്ക് പറയാം. രാജീവ് മൽഹോത്ര ഈസ് എ പബ്ലിക് ഇൻ്റലക്ച്വൽ ഓൺ കറണ്ട് അഫയേഴ്സ്, വേൾഡ് റിലീജിയൻസ് ആൻഡ് ക്രോസ് കൾച്ചറൽ എൻകൗണ്ടേഴ്സ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. His career has spanned the corporate world as a senior executive, strategic consultant and successful entrepreneur in the information technology and media industries. His Infinity Foundation seeks to foster a better global understanding of Indian civilization. Rajiv's work argues that Dharma offers a complex and open framework for a genuine dialogue among diverse peoples rather than a zero-sum game. He shows the limitations of globalization when it is a parochial imposition of Western paradigms. He is well known as a speaker and writer for a wide audience, and he is frequently interviewed and invited to deliver keynote addresses. He serves on the board of governors of the Indian Studies program at University of Massachusetts, and he has served as the chairman for the Asian Studies Education Committee and for State of New Jersey. ഭാരതമാതാവിൻ്റെ ദേശസ്നേഹിയായ ഒരു പുത്രൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കുക. വിദേശത്ത് വലിയ എൻ്റർപ്രൈനറാണ്, IT ലെവലിൽ കൺസൾട്ടൻ്റാണ്, വളരെ വിജയിച്ച ഒരു വ്യവസായിയാണ്. ലോകത്ത് ഭാരതത്തിലെ മറ്റു വിദ്യാർത്ഥികൾക്കൊക്കെ സഹായം ചെയ്യുന്ന ഒരാളാണ് രാജീവ് മൽഹോത്ര. ഈ രാജീവ് മൽഹോത്രയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പുസ്തകം എഴുതിയിരിക്കുന്നത് അരവിന്ദൻ നീലകണ്ഠൻ എന്ന് പറയുന്ന ആളാണ്. തമിഴ്നാട്ടിൽ NGOയുമായിട്ട് അവിടെ സാധാരണക്കാരായ നീതിയോ അതുപോലെ സഹായങ്ങളോ ഒന്നും ലഭിക്കാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് അതെത്തിക്കുന്ന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന, തമിഴ്നാടിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഭാരതമാതാവിൻ്റെ മറ്റൊരു പുത്രനാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൂടെ ഈ പുസ്തകം എഴുതാൻ തിരഞ്ഞെടുത്തതെന്ന് വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ പറഞ്ഞ രാജീവ് മൽഹോത്ര വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്യുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സന്ദർശിക്കുകയുണ്ടായി. അവിടെ വെച്ച് ഭാരതത്തിൽ വന്ന് തിരിച്ചുപോയ ഒരു ആഫ്രോ ദളിത് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നേതാവിനെ, ആഫ്രോ ഏഷ്യൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് സംസാരത്തിൽ അവർ ഭാരതത്തിൽ നടത്തുന്ന പല മിഷനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു സൈറ്റിൽ ഭാരതത്തിൻ്റെ ഒരു മാപ്പ് കണ്ടു. ഈ മാപ്പ് അദ്ദേഹത്തെ ഞെട്ടിച്ചു. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ കൊടുത്ത ആ മാപ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോഴുണ്ടോയെന്നറിയില്ല. ഈ മാപ്പ് ഉണ്ടായിരുന്ന വെബ്സൈറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. തൽക്കാലം ഈ പുസ്തകത്തിൻ്റെ പുറത്തുള്ള ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ.
ഈ മാപ്പിൽ ഭാരതത്തെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. പ്രധാനമായി ഒരു 3ആയി വിഭജിച്ചതായിട്ട് അദ്ദേഹം കണ്ടു. ഒന്ന് ദ്രവിഡിസ്ഥാൻ, വേറൊന്ന് ദളിതിസ്ഥാൻ, മൂന്നാമതായി മുഗളിസ്ഥാൻ. മേൽപ്പറഞ്ഞ മിഷൻ നടത്തുന്നവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ഭാരതത്തെ ഇങ്ങനെ 3ആയിട്ട് വിഭജിക്കണം. അദ്ദേഹം സാവകാശത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവരെ മിഷനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അതിന് അദ്ദേഹത്തിന് കഴിയാവുന്ന ആളുകളെല്ലാം കൂടെ കൂട്ടി അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഭാരതത്തെ വിഭജിക്കാൻ വേണ്ടി ആഗോളതലത്തിൽ നടത്തുന്ന വലിയൊരു ശ്രമത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ബ്രേക്കിംഗ് ഇന്ത്യ. ഭാരതത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമം. ഈ പുസ്തകം ഓരോരുത്തരും ഒന്ന് വായിക്കണം. ഇതിൽ ഓരോ പേജും പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്കിവിടെ തോമസ് സാറിൻ്റെ 2011 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 2010 തോമസ് സാറിൻ്റെ പുസ്തകത്തിൻ്റെ കൈവെട്ട് മുതൽ ഇവിടുത്തെ മീഡിയ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, ഇവിടെ പെരുമാൾ മുരുകനെ പോലുള്ളവർ പുസ്തകം എഴുതുന്ന കാര്യമാകട്ടെ, ആഗോളതലത്തിൽ ഭാരതത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചന മുഴുവൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം വെളിവാക്കിയിട്ടുണ്ട്. NGOകൾക്ക് കിട്ടുന്ന സഹായമാകട്ടെ, ഇതിനുള്ള 3 ശക്തികളാകട്ടെ, ചൈനയുടെ നേതൃത്വത്തിൽ മാവോവാദികളെ ഇറക്കിക്കൊണ്ട് അവരെ നേപ്പാൾ വഴി ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് അവർ കളിക്കുന്ന കളിയാവട്ടെ, ഇവാഞ്ചലൈസേഷൻ്റെ ടീം യൂറോപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന കളിയാകട്ടെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളും അവിടുത്തെ സംഘടനകളും ചേർന്നിട്ട് ജിഹാദികളെ ഇറക്കിക്കൊണ്ട് നടത്തുന്ന കളിയാകട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറങ്ങൾ വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ്. ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ പുസ്തകത്തിൽ ഈ മാപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദി കവർ മാപ്പ്. The map shown in this book cover was posted on a website called www.dalistan.com, which features writings by many separatist groups claiming mutual solidarity to overthrow India's sovereignty. The author first come across it accidentally when he was having a casual conversation with an African American scholar at Princeton University, who told him that he had just returned from India, where he had met with some Afro-Dalit scholars. The author probed further in order to learn what that meant, and in that conversation learned of the existence of this map amongst activities. Over the years, the author found it being referenced by activists of various kinds whose only common element is their hatred for Indian civilization as the foundation for a unified nation. ഇതിൽ കൃത്യമായിട്ട് ഈ പാൻ ഇസ്ലാം ആയിട്ടുള്ളതും ചൈനയുടെ നേതൃത്വത്തിലുള്ള മാവോ വാദികളുടെ നക്സലുകളുടെ നേതൃത്വത്തിലായിട്ടുള്ളതും യൂറോപ്യൻ ഇവാഞ്ചലിസ്റ്റുകളുടെ നേതൃത്വത്തിലായിട്ടും നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് മുഴുവൻ ഇതിനായിട്ടുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് എപ്രകാരമാണ് കൊടുക്കുന്നത്, ഉൽഫയ്ക്കും അതുപോലുള്ളവർക്കും എപ്രകാരമാണ് ഇവർ സഹായം ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ അവർ കളിക്കുന്ന കളി എന്താണ്, ഇവിടെ പുസ്തകങ്ങൾ നാഗാലാൻഡിൽ അവരെന്താണ് നടത്തുന്നത്, റെഡ് കൊറൈഡറിലൂടെ നടത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും NGOകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവാഞ്ചലിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടും നടത്തുന്ന പ്രവർത്തനം എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ചിത്രം അദ്ദേഹത്തിന് കിട്ടി. ഇത് ചേർന്ന് എഴുതാൻ ഏറ്റവും നല്ല ആൾ തമിഴ്നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യം അറിയുന്ന ഒരു മഹാനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അരവിന്ദൻ നീലകണ്ഠനെ ചേർത്ത് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷന് തൊട്ട് മുമ്പും കാലങ്ങളായിട്ടും ഭാരതത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് കേവലം ഒരു ഇലക്ഷൻ്റെ പ്രശ്നമല്ലെന്നും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നാം അറിയാതെ എന്തൊക്കെ നടക്കുന്നു എന്നും അറിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഡീമോണിറ്റൈസേഷൻ വകയായിട്ട് രാജ്യദ്രോഹികളായ NGOകളുടെ ഫണ്ടുകൾ തടയുക വഴി കേന്ദ്ര ഗവൺമെൻറ് പരമാവധി ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തടയാൻ അവരാലാവതൊക്കെ ചെയ്തിരുന്നു. ഇനി ഇതിന് ശേഷം അദ്ദേഹം നിർത്തിയില്ല.
നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമാണ് രണ്ടാമതൊരു പുസ്തകം. ഈ പുസ്തകം കൂടി നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. ഇനി ആ പുസ്തകത്തെക്കുറിച്ച് പറയാം. ഇതാണ് ബ്രേക്കിംഗ് ഇന്ത്യക്ക് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകം. ഈ അന്വേഷണം തുടർന്ന സമയത്ത് അമേരിക്ക കേന്ദ്രമായിക്കൊണ്ട്, ഹവാർഡ് യൂണിവേഴ്സിറ്റി കേന്ദ്രമായിക്കൊണ്ട് ഭാരതത്തിനെതിരെ നടക്കുന്ന വലിയ തകർക്കൽ ശ്രമങ്ങളെ അദ്ദേഹം കണ്ടെത്തി. ആ കണ്ടെത്തിയ കാര്യങ്ങളാണ് സ്നേക്സ് ഇൻ ദി ഗംഗ എന്ന് പറയുന്ന ബ്രേക്കിംഗ് ഇന്ത്യ 2 എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ. ഇതിന് അദ്ദേഹം അമേരിക്കയിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് അവിടെ കോർപ്പറേറ്റ് രംഗത്ത് യൂറോപ്പിലും അമേരിക്കയിലും സിംഗപ്പൂരിലും ഒക്കെ പ്രവർത്തിച്ച് നന്നായി പരിചയമുള്ള വളരെ വിദുഷിയായിട്ടുള്ള വിജയ വിശ്വനാഥനെയാണ് രാജീവ് മൽഹോത്ര ഈ മിഷന് കൂടെ ചേർത്തത്. ഇതിനു പുറമെ അദ്ദേഹത്തിൻ്റെ ടീമിലെ വളരെയധികം പേര് വലിയ അന്വേഷണങ്ങളൊക്കെ ഇതിനു വേണ്ടി കണ്ടെത്തി. ഈ 2 പുസ്തകങ്ങളിലും അവസാനം ഈ ബ്രേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻഡ് നോട്ട്സ് തന്നെ ഒരു 175 പേജുണ്ട്. വളരെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വെറുതെ എന്തെങ്കിലും ഊഹാപോഹം പറയുന്നതല്ല. വിദേശത്ത് ഈ ഒരു പുസ്തകം ഇറക്കി വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർ പാലിച്ചിരിക്കേണ്ടുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഇത്. വിജയ വിശ്വനാഥൻ എന്ന ആളെയാണ് കൂടെ ചേർത്തത്. അവർ എൻജിനീയറായിരുന്നു, അവർ MBA-കാരിയാണ്. വളരെ വിദേശത്ത് മുഴുവൻ കോർപ്പറേറ്റ് രംഗത്ത് ജോലി ചെയ്ത് ശീലമുള്ള പരിചയമുള്ള ഒരാളാണ്. ഈ പുസ്തകമാണ് സ്നേക്സ് ഇൻ ദി ഗംഗ. ഈ ഒരു പുസ്തകം കൂടി വായിക്കണം. ഹവാർഡ് യൂണിവേഴ്സിറ്റി കേന്ദ്രമാക്കിക്കൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങളാണ്. ഒരു ക്രിറ്റിക്കൽ റേസ് തിയറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കയെ തകർക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഒരു ശ്രമമാണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇവർ തന്നെ അമേരിക്കയെ തകർക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഭാരതത്തിനുള്ളതുപോലെ അനേകായിരം വർഷത്തെ ഒരു ഭൂതകാലമൊന്നുമില്ല. അവിടെ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കഥകൾ പറഞ്ഞിട്ടാണ് അമേരിക്കയിൽ ഈ കാര്യം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ ഭാരതത്തിലുള്ള ദളിതരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടും അമേരിക്കയിലുള്ള വെളുത്ത ആളുകളെ ഭാരതത്തിലുള്ള ബ്രാഹ്മണരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടും അമേരിക്കയിൽ അവർ അവതരിപ്പിച്ച ക്രിറ്റിക്കൽ റേസ് തിയറി ഇവിടെ ക്രിറ്റിക്കൽ കാസ്റ്റ് തിയറി ആയിട്ടും ക്രിറ്റിക്കൽ ദളിത് തിയറി ആയിട്ടും ഭാരതത്തിൽ അവർ അവതരിപ്പിച്ചു. അതിൻ്റെ നേതൃത്വത്തിലാണ് അവർ വളരെ കൃത്യമായിട്ട് ഇവിടെ തകർക്കൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷഹീൻബാദിൽ നടന്ന കാര്യമാവട്ടെ, CAA ആയി ബന്ധപ്പെട്ടിട്ട് നടന്ന ആക്രമ സംഭവങ്ങളാവട്ടെ, 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ നടന്ന സമരങ്ങളാവട്ടെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ജനങ്ങൾക്ക്, കർഷകർക്ക് ഗുണകരമായ നിയമങ്ങളായിരുന്നു കാർഷിക നിയമങ്ങൾ. ആ കാർഷിക നിയമങ്ങളെ ഇവിടെ ഇല്ലാതാക്കിയത് കാനഡയൊക്കെ കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ വാങ്ങിയിട്ട് കാശുണ്ടാക്കി അത് ഭാരതത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് അവർ നടത്തിയ ശ്രമമാവട്ടെ, ഇവിടെ നടത്തുന്ന വലിയ കർഷക മാർച്ചുകളാവട്ടെ, ഇവിടെ മീഡിയയെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് അവർ നടത്തുന്ന പ്രശ്നങ്ങളാവട്ടെ, ഇവിടെ നടക്കുന്ന ഓരോന്നിനെതിരെയും ഇവിടെ നടത്തുന്ന സാഹിത്യ രംഗത്ത് നടത്തുന്ന കാര്യങ്ങളാകട്ടെ, ഇതിൻ്റെ മുഴുവൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയ പതിപ്പാണ് ഭാരതത്തിലെ അശോക യൂണിവേഴ്സിറ്റി. അശോകൻ മുഖേന ഉണ്ടായ നഷ്ടം മാത്രമല്ല അശോക യൂണിവേഴ്സിറ്റി. അവരെന്താണ് പറയുന്നതെന്നറിയോ? അതായത് ഭാരതത്തിൽ അവർ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷനാണ്. ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മതേതരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ്. അതിനുവേണ്ടിയാണ് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് അശോക യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം പറയുന്നുണ്ട്. ഭാരതത്തിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എപ്രകാരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ, അത് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ആവട്ടെ, ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന ഗ്രൂപ്പിൻ്റെ ആവട്ടെ, ഇതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ കോർപ്പറേറ്റുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തുന്ന ഒരു പരിശ്രമം ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ്.
ഭാരതത്തെ നശിപ്പിക്കാനുള്ള ശ്രമം ആയിരക്കണക്കിന് വർഷങ്ങൾ നടത്തി. എന്നിട്ട് അവർക്ക് ഒരിക്കലും സാധിച്ചില്ല. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഈ നിലയിൽ നടത്തിയിട്ടും സാധിച്ചില്ല. ഇപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലം ഇവർ പരിശ്രമിച്ചു, നടത്തിയില്ല. മാത്രമല്ല, ഭാരതം വീണ്ടും ലോകത്തിൽ 1-ാം സ്ഥാനത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ അവസാനമായിട്ട് ഭാരതത്തെ നശിപ്പിക്കാനുള്ള ഒരു വലിയ കളിയാണ് നശിപ്പിക്കുന്നത്. മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നടത്തിയെങ്കിൽ ഹവാർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കളികൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ഈ പുസ്തകത്തിൽ അത് രണ്ടും കാണിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ. കൃത്യമായിട്ട് ഒരു പട്ടിക പോലെ ആക്കിയിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നോട്ട്സൊക്കെ നമ്മൾക്ക് വിദ്യാലയത്തിൽ തരുന്നത് പോലെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ഇൻഡോളജിയും ഹവാർഡ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസും തമ്മിലുള്ള വ്യത്യാസം, കാലം മാറിയതിനനുസരിച്ച് അവരവരുടെ സ്ട്രാറ്റജിയിലും വരുത്തിയ മാറ്റം. സ്റ്റഡി ഓഫ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആൻഡ് ആൻഷ്യൻ തിങ്കേഴ്സ്, ഓക്സ്ഫോർഡിൻ്റെ സ്റ്റൈലായിരുന്നു. നമ്മുടെ മാക്സ് മുള്ളറുടെ വേദവിവർത്തനം പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരെ മറിച്ച് സ്റ്റഡി ഓഫ് കണ്ടംപററി റൈറ്റിംഗ്സ് ആൻഡ് തിങ്കേഴ്സ്, ഇവരെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അന്ന് ഭാരതത്തിൻ്റെ ആൻഷ്യൻ സ്ക്രിപ്റ്റേഴ്സും സംസ്കൃതമൊക്കെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ അറിയാം, യൂറോപ്പിൽ ബോർഡൻ ചെയർ വന്നതും പിന്നെ മോണിയർ വില്യംസിൻ്റെ നേതൃത്വത്തിൽ സംസ്കൃത ഡിക്ഷണറി ഉണ്ടാക്കിയതും ഒക്കെ നമ്മൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നേരെ മറിച്ച് തിരിച്ച് കണ്ടംപററി റൈറ്റിങ്സ് വെച്ചിട്ടാണ് പഠനം. മുമ്പ് ഈ ഓക്സ്ഫോർഡിൻ്റെ അടുത്ത് നോക്കൂ, ലാർജ് ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റ് ഓഫ് ക്ലാസിക്കൽ ടെക്സ്റ്റ് യൂസിങ് മാക്സ് മുള്ളർ ഉപയോഗിച്ചിട്ടാണ് അന്ന് തർജ്ജമ നടത്തിയത്. ഇപ്പോൾ നടത്തുന്നത് നോക്കൂ, ലാർജ് ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റ് ഓഫ് ക്ലാസിക്കൽ ടെക്സ്റ്റ് ഇൻ ആൾ ലാംഗ്വേജസ് യൂസിങ് ഷെൽഡോം പൊള്ളോക്കിന് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹവാർഡിൽ. റീപ്ലേസ് സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ വിത്ത് ഇംഗ്ലീഷ്, ഇൻട്രൊഡ്യൂസ് കൊളോണിയൽ തിങ്കിങ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ അന്ന് അതാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് നോക്കൂ, ഇൻട്രൊഡ്യൂസ് ലെഫ്റ്റിസ്റ്റ് സോഷ്യൽ സയൻസസ് ആൻഡ് ക്രിട്ടിക്കൽ റേസ് തിയറി ഡെറിവേറ്റീവ്സ്. ഭാരതത്തിലെ നേരത്തെ പറഞ്ഞ അശോക യൂണിവേഴ്സിറ്റി പോലുള്ളവിടത്തൊക്കെ ലെഫ്റ്റിസ്റ്റ് സോഷ്യൽ സയൻസസ് തിയറികളാണ്. JNUവിൽ അതായിരുന്നു. JNUവിൽ ചെറിയൊരു മാറ്റമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ ആ നിലയ്ക്ക് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ നിലയ്ക്കുള്ള പഠനമാണ് നടത്തുന്നത്. ഒന്നും വേണ്ട, ഇന്നലെ പത്രത്തിൽ വന്ന ന്യൂസ് ഉണ്ടല്ലോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ച് ശൗചാലയത്തിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു തിയറിയുടെ ഭാഗമാണെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. അവിടെ മുമ്പ് നടന്ന ചുംബന സമരം മുതൽ ഇങ്ങോട്ട് നടന്ന സമരങ്ങൾക്ക് മുഴുവൻ പുറകിൽ ഈ പറഞ്ഞ ആളുകളാണ്, പ്രവൃത്തിയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നോക്കൂ അടുത്തത്, റീപ്ലേസ് ഇന്ത്യൻ ബിസിനസ് വിത്ത് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി, വർക്ക് ത്രൂ ദി രാജാസ്. രാജാക്കന്മാരെ ഉപയോഗപ്പെടുത്തി ഭാരതത്തിൻ്റെ വ്യവസായത്തെ തകർത്ത് ബ്രിട്ടീഷ് വ്യവസായമാക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വർക്ക് ത്രൂ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽസ് ആൻഡ് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്റിനെ ഇവിടുത്തെ വ്യവസായികളെ ഉപയോഗിച്ച് തന്നെ അവരുടെ കാര്യം നേടാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വൈറ്റ് അറ്റ് ദ ടോപ്പ് വിത്ത് ഇന്ത്യൻസ് ഇൻ ലോവർ പോസ്റ്റ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ ആളുകൾ വെറും ശിപായിമാരായിരുന്നു, വെള്ളക്കാരനായിരുന്നു എല്ലാ സ്ഥാപനത്തിൻ്റെ മുകളിൽ. ഇപ്പോൾ നേരെ മറിച്ചാണ്. ലോകത്തിലെ പ്രധാന സ്ഥാപനങ്ങളെയൊക്കെ നയിക്കുന്നത് ഭാരതീയരാണെന്ന് നാം പറയാറുണ്ട്. പക്ഷേ ട്രെയിൻ ഇന്ത്യൻസ് ടു തിങ്ക് ലൈക്ക് അമേരിക്കൻസ് ആൻഡ് പ്രൈസ് ദം ഇൻ ടോപ്പ് പോസ്റ്റ്. ഇന്ത്യക്കാരെ ആദ്യം പണ്ട് ഇംഗ്ലീഷുകാരാണ് ആക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കക്കാരാക്കി ടോപ്പ് പോസ്റ്റിൽ ഇരുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഡിവൈഡ് ഹിന്ദുസ് ആൻഡ് മുസ്ലിം വിത്ത് ഈക്വൽ എൻമിറ്റി ടുവാർഡ്സ് ബോത്ത്. ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം ശത്രുക്കളാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴോ യൂസ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആസ് വെപ്പൺസ് അഗെയിൻസ്റ്റ് ഹിന്ദുസ്, ആൾസോ കൾട്ടിവേറ്റ് ദളിറ്റ്സ് ആസ് ബ്ലാക്സ് ഓഫ് ഇന്ത്യ. ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കൾക്കെതിരെയുള്ള ആയുധമാക്കിയിട്ട് ദളിതന്മാരെ അമേരിക്കയിലുള്ള കറുത്ത വർഗക്കാരെ പോലെ ആക്കി ഈ മൂന്ന് കൂട്ടരെയും ദേശീയതയ്ക്കെതിരെ തിരിക്കുന്ന നയമാണ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾക്ക് ഇതിൽ ഓരോന്ന് കിട്ടും. നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും, ജോർജ് സോറോസ് കാശ് ഇവിടെ ഇറക്കിയ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭാരതം വീണ്ടും ഇപ്പോൾ കറൻസി വരെ റുപ്പയിലേക്ക് മാറ്റി, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരേപോലുള്ള ഭാരതം
ലോകത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ശക്തി ആർജിച്ചു വരുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ട്രേഡറായിട്ടുള്ള ജോർജ് സോറോസ് അദ്ദേഹത്തിൻ്റെ മറ്റു താല്പര്യങ്ങളും കൂടിയും വെച്ചിട്ട് ഇവിടെ പല മുന്നണികൾക്കും വേണ്ടിയിട്ട് കാശ് ഇറക്കി കളിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാം പിത്രോദ എന്ന് പറയുന്ന നമ്മുടെ ഒരു ദേശീയ പാർട്ടിയുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് ഭാരതത്തിലുള്ള ആളുകളെ, കുറേ ആളുകൾ യൂറോപ്യന്മാരെ പോലെ വെളുത്തവരാണ്, ചിലർ കറുത്തവരാണ്, ചിലർ ചൈനക്കാരെ പോലെയാണ്, ചിലർ ആര്യന്മാരെ പോലെയാണ്, ഭാരതത്തിലെ ആളുകളെ 4 വിധത്തിലാക്കിക്കൊണ്ട് ഈ ഇലക്ഷനിൽ അവർ പ്രയോഗിച്ച ട്രിക്കായിരുന്നു അത് ഉള്ളിൽ അങ്ങനെ നടന്ന കാര്യമൊന്നും പുറമേ ശ്രദ്ധിച്ച ആളുകൾക്ക് വേണ്ടത്ര മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഇവിടെ നടന്ന ഓരോ സംഗതിയും, അത് വോട്ടിൻ്റെ പേരിൽ നടത്തിയ വോട്ട് ജിഹാദ് നടത്താൻ നടത്തിയ ആഹ്വാനമാകട്ടെ, ഓരോന്നും ഇവിടുത്തെ സംവരണമില്ലാതാക്കുമെന്ന് പറഞ്ഞും മറ്റു പലതും പറഞ്ഞിട്ടും ഇവിടുത്തെ ദളിതരെന്ന് ഇവർ വിളിക്കുന്ന ആളുകളെ ഇവർ തെറ്റിച്ചു. കാശ് കൊടുത്തും വേറെ സ്വാധീനം ഉപയോഗിച്ചിട്ടും മുന്നോക്കക്കാരെ ഇവർ തെറ്റിച്ചു. ഒരു വിഭാഗത്തെ കൊണ്ട് ഏതാണ്ട് 100% വരുന്ന വിധത്തിൽ വോട്ട് ചെയ്യിച്ചു. ഇങ്ങനെ വിഭജിച്ച് നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതിൽ ഏതാണ്ട് 50% തൊട്ട് മുകളിലെ ആളുകൾ വോട്ട് ചെയ്തോളൂ. ഈ വക കാര്യങ്ങളെല്ലാം സാധിച്ചതുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ എല്ലാവരും പ്രതീക്ഷിച്ചതിൽ നിന്നും കൃത്യമായ ഒരു വ്യത്യാസം ഇവിടെ സംഭവിച്ചത്. ഇത് മുഴുവൻ കൃത്യമായിട്ട് ആരും അറിയാതെ ഉള്ളിൽ നടന്ന ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ആർക്കും വ്യക്തമാകാൻ ഓരോ ഭാരതീയനും വായിച്ചിരിക്കേണ്ടുന്ന 2 പുസ്തകങ്ങളാണ്. ഭാരതത്തെ തകർക്കാൻ വേണ്ടി നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളിലൂടെ നടത്തുന്ന ശ്രമങ്ങൾ നാം അറിയേണ്ടതുണ്ട്. അതിന് ഈ 2 പുസ്തകങ്ങളും, ബ്രേക്കിംഗ് ഇന്ത്യ ഫോഴ്സസുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങളും നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പുസ്തകത്തിന്, സ്നേക്സ് ഇൻ ദി ഗംഗ എന്ന് പറയുന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് ആർ വൈദ്യനാഥൻ സാറാണ്. IIM ബാംഗ്ലൂരിലെ ഫിനാൻസിൻ്റെ പ്രൊഫസറായിരുന്ന, ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ആർ വൈദ്യനാഥൻ സാറിൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ നമുക്ക് കിട്ടും. വൈദ്യനാഥൻ സാറാണ്. വൈദ്യനാഥൻ സാറ് പറഞ്ഞ ഒരൊറ്റ കാര്യം മുഴുവൻ ഭാരതീയരോടുമായിട്ട് പറയുകയാണ്, കേട്ടോളൂ. സ്നേക്സ് ഇൻ ദ ഗംഗ ഈസ് എ പാത്ത് ബ്രേക്കിംഗ് ബുക്ക്. I urge every Indian with a genuine concern and love for the country to read this breathtakingly original book and organize a counter movement in response to these breaking India forces. Being proactive is more important than reactive. ഇതെല്ലാവരുടെ മനസ്സിൽ വെക്കണം. ഇതെല്ലാവർക്കും കേൾക്കുമ്പോൾ തോന്നും ഭാരതത്തെ എല്ലാവരും കൂടി അങ്ങോട്ട് നശിപ്പിക്കാൻ പോവുകയാണ്, ഭാരതം അങ്ങ് നശിക്കുമെന്ന്. ഇത് മനസ്സിലാക്കി ഇതിനെതിരെ പ്രവർത്തിക്കുന്ന നല്ലൊരു ടീമുണ്ട്. പക്ഷെ പോരാ. ഒരു സുനാമി പോലെ വരുന്ന എതിർ പ്രവൃത്തികളെ നേരിടാൻ അതുപോലെ ഒരു ഫോഴ്സ് ഇപ്പുറത്തും വേണം. ഇത് ഓരോരുത്തരും ഇത് ഏറ്റെടുക്കണം. ഇത് മനസ്സിലാക്കി ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമുള്ള ധാരാളം നല്ല മികച്ച കഴിവുള്ള ആളുകൾ ഈ പ്രശ്നം നടത്തുന്നുണ്ട്. അവരുടെ കൂടെ നാമും കൂടണം. ഭാരതത്തിൽ തന്നെ ബ്രേക്കിംഗ് ഇന്ത്യ എന്നുള്ള പേരിൽ മാത്രമല്ല പുസ്തകം, 370 വകുപ്പൊക്കെ വന്നതുമായി ബന്ധപ്പെട്ടിട്ട് സഞ്ജയ് ദീക്ഷിത് എഴുതിയിട്ടുള്ള അൺബ്രേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഭാരതത്തിലെ നിയമരംഗത്തും മറ്റു രംഗത്തും പ്രവർത്തിക്കുന്ന ജെ സായി ദീപകിനെ പോലെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇന്ത്യ, ഭാരത് ആൻഡ് പാകിസ്ഥാൻ. നമ്മൾ ഓരോരുത്തരും വാങ്ങി വായിക്കേണ്ടുന്ന പുസ്തകമാണ്. 70 years ഓഫ് സെക്യുലറിസം എന്ന് പറയുന്ന സന്ദീപ് ബാലകൃഷ്ണൻ്റെ പുസ്തകം നാം ഓരോരുത്തരും വാങ്ങി വായിക്കേണ്ടതാണ്. ബിക്കമിങ് ഇന്ത്യൻ എന്ന് പറയുന്ന പവൻ പുസ്തകം നമ്മൾ ഓരോരുത്തരും വാങ്ങി വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. വിവേക് അഗ്നിഹോത്രിയുടെ അർബൻ നെക്സൽസ് എന്ന് പറയുന്ന പുസ്തകം നാം ഓരോരുത്തരും അറിയേണ്ടുന്ന പുസ്തകങ്ങളാണ്. ഇതുപോലെ ഭാരതത്തിനെതിരെ നടത്തുന്ന ശ്രമങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം പുസ്തകങ്ങളും ഭാരതത്തിൽ ഇറങ്ങുന്നുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുക. ഭാരതത്തെ രക്ഷിക്കുന്നതിനുള്ള ചുമതല നരേന്ദ്രമോദിയും അജിത് ഡോവലും ഏറ്റെടുക്കുമെന്ന് ധരിക്കുന്നതിന് പകരം നാം ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രത്തിനകത്ത് രാഷ്ട്രത്തെ തളർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ മനസ്സിലാക്കുക. വളരെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ആ ഒരു നിലയിലേക്കുള്ള പൗരബോധമൊന്നും നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല.
അവരെ വഴിതെറ്റിക്കാൻ ഇപ്പോഴും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആദ്യം ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി അവിടുത്തെ സാധാരണ ജനങ്ങളുടെ രാഷ്ട്രബോധമാണെന്ന് മനസ്സിലാക്കി ഈ ജനങ്ങൾക്ക് രാഷ്ട്രബോധമുണ്ടാക്കുന്ന പ്രവൃത്തി, അതിന് വേണ്ടിയുള്ള പരിശ്രമം ഓരോ ദേശസ്നേഹിയായ ഭാരതീയനും ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുന്ന ആ ഭാരതീയർക്ക് നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളുടെ കൂടെ അതിന് മുമ്പായിട്ട് വായിക്കേണ്ടുന്ന ബ്രേക്ക് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ 2 പുസ്തകങ്ങളും അവർ പഠിക്കണം. അത്തരത്തിലുള്ള ശ്രമം ഏറ്റെടുക്കാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. മഹിത ഭാരതം എന്ന് പറയുന്ന ഈ പരിപാടി പോലും ഇത്തരത്തിലുള്ള ഒരു എളിയ ശ്രമമാണ്. ശ്രീരാമ സേതുവിൻ്റെ നിർമ്മാണത്തിൽ അണ്ണാരക്കണ്ണനും തന്നാലായത് ചെയ്ത കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അണ്ണാരക്കണ്ണൻ്റെ തന്നാലായതൊന്നും കഴിയില്ലെങ്കിലും ഒരു കുഞ്ഞുറുമ്പിന് സാധിക്കുന്ന പ്രവൃത്തിയെങ്കിലും ഓരോരുത്തരും ഏറ്റെടുക്കണം. ഇത് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കേണ്ടുന്ന കാര്യമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നുകൂടി ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും വിനീത നമസ്കാരം.